LDFിന്റെ വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥ ഇന്ന് ആരംഭിക്കും. വൈകിട്ട് 3 മണിക്ക് മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പളയിൽ നിന്നാണ് ജാഥയുടെ തുടക്കം. CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനാണ് നേതൃത്വം നൽകുന്നത്. ഈ ജാഥ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ഉദ്ഘാടനം ചെയ്യുക. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി, അതിനുള്ള പല കാരണങ്ങൾ, ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയം, അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിലേക്ക് വരുമ്പോൾ ഇതെല്ലാം മാറ്റിക്കൊണ്ട് ജനങ്ങളോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ ആദ്യപടിയായിട്ട് ഇതാ ഇപ്പോൾ ജാഥ അവിടെ നിന്നും വൈകുന്നേരം 3 മണിയോടുകൂടി ആരംഭിക്കാൻ പോവുകയാണ്. എന്തെല്ലാമാണ് LDFിന്റെ ലക്ഷ്യങ്ങൾ? ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും പരിപാടികൾ? പൂജ, തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് ശേഷം ഗൃഹസമ്പർക്കമടക്കം നടത്തി ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ ആരാഞ്ഞ ശേഷമാണ് ഇപ്പോൾ LDF ഈ രീതിയിലുള്ള 3 ഘട്ടങ്ങളായി തിരിച്ചുകൊണ്ടുള്ള സംസ്ഥാന ജാഥയിലേക്ക് കടക്കുന്നത്. അതിൽ വടക്കൻ മേഖലാ ജാഥയാണ് ഇന്ന് കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പളയിൽ നിന്ന് ആരംഭിക്കുന്നത്. ഇന്ന് 3 മണിയോടുകൂടി മുഖ്യമന്ത്രിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ ജാഥ നായകനാണ്. ഈ രീതിയിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മലപ്പുറം ജില്ലയിൽ അവസാനിക്കുന്ന രീതിയിലാണ് ജാഥ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഓരോ മണ്ഡലത്തിലും ഓരോ സ്വീകരണ കേന്ദ്രം എന്നുള്ള രീതിയിലാണ്. ഇന്നിപ്പോൾ കാസർഗോഡ് ജില്ലയിലെ തന്നെ 2 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലാണ് ഇന്ന് സ്വീകരണം നൽകുന്നത്. ഒന്ന് കുമ്പളയിലും അതോടൊപ്പം തന്നെ രണ്ടാമത്തേത് കാസർഗോഡ് മണ്ഡലത്തിലെ നുള്ളിപ്പാടിയിലുമാണ്. അതിനോട് മുന്നോടിയായി തന്നെ ജാഥ ലക്ഷ്യങ്ങളടക്കം വിശദീകരിക്കാനായി CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുകയും ചെയ്യും എന്നുള്ള വിവരങ്ങളാണ് നമ്മൾക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. എന്തായാലും കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളെ സംബന്ധിച്ച് ഇതിനിടയിലൊക്കെ സജി ചെറിയാനുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ തന്നെ ഉയർന്നതാണ്. ഇടപെടുകയാണ്. അപ്പോൾ സാരംഗാണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകിയത്.